കായംകുളത്ത് KSRTC ബസ്സിന് തീപിടിച്ചു. കരുനാഗപ്പള്ളിയിൽ നിന്നും തോപ്പുംപടിയിലേക്ക് പോവുകയായിരുന്ന വെസ്റ്റിബുൾ ബസ്സിനാണ് തീപിടിച്ചത്. 2 ബസ്സുകൾ ചേർത്തുവെച്ച് നിർമ്മിച്ച 17 മീറ്റർ നീളമുള്ള ബസ്സാണ് ഇത്. മുഴുവൻ യാത്രക്കാരെയും പുറത്തിറക്കി, ആളപായമില്ല. മനീഷ് മഹിപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എപ്പോഴായിരുന്നു ഈ തീപിടുത്തം? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വെടുമലക്ഷൻ, ഡ്രൈവറുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഡ്രൈവർ പറയുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നും തോപ്പുംപടിയിലേക്ക് പോകുന്ന സമയത്ത് കായംകുളം ONK ജംഗ്ഷന് സമീപത്ത് വെച്ച് ബാറ്ററിയിൽ നിന്നും ചെറിയ ശബ്ദം വന്നു. നേരത്തെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപും ബാറ്ററിയിൽ സമാനമായ രീതിയിൽ ശബ്ദം വന്നിരുന്നു. ബ്രേക്കിന് ചെറിയ രീതിയിൽ ജാം ആകുന്ന സംഭവം വന്നു. അതൊക്കെ തന്നെ സർവീസ് സ്റ്റേഷനിൽ പറയുകയും വർക്ക്ഷോപ്പിൽ തന്നെ പരിഹരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 8:45 കരുനാഗപ്പള്ളിയിൽ നിന്നും തോപ്പുംപടിയിലേക്ക് ഈ ബസ് യാത്ര തുടങ്ങുന്നത്. 9:30 കായംകുളം ONK ജംഗ്ഷനിൽ വെച്ച് സമാനമായ രീതിയിൽ വീണ്ടും ആ ശബ്ദം ആവർത്തിച്ചു. പിന്നീട് കായംകുളം MSM കോളേജിന് മുൻപിൽ എത്തിയപ്പോഴാണ് ചെറിയ രീതിയിൽ ബസ്സിൻ്റെ മുൻഭാഗത്തു നിന്നും മധ്യഭാഗത്തു നിന്നും ഒക്കെ തന്നെ പുക മേളിലോട്ട് വരുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുന്നതും ആ സമയത്ത് സമയോചിതമായി തന്നെ വാഹനം ദേശീയപാതയിൽ ഒരു ഓരത്തേക്ക് മാറ്റി നിർത്തി. ആളുകളെ അപ്പോൾ തന്നെ മുഴുവൻ ആളുകൾ, ഏകദേശം 40-ലധികം ആളുകൾ ബസ്സിലുണ്ടായിരുന്നു. ഈ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ആ സമയത്ത് പുറത്തേക്ക് ഇറക്കാൻ സാധിച്ചതുകൊണ്ട് വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. ബാറ്ററിയുടെ തകരാറാണോ, ഇന്ധന ചോർച്ചയാണോ എന്നുള്ളതടക്കമുള്ള മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബസ് പൂർണ്ണമായും ബസ്സിൻ്റെ അകംഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു. ആ സമയത്ത് തന്നെ നാട്ടുകാർ ഓടിയെത്തി തീയണച്ചു. ഒപ്പം തന്നെ ഫയർഫോഴ്സും സമയത്ത് വേഗം എത്തി തീയണയ്ക്കാൻ സാധിച്ചുകൊണ്ട് വലിയ അപകടം ഒഴിവായി. തിരക്കുള്ള സ്കൂൾ സമയം, ഓഫീസ് സമയം ആയതുകൊണ്ട് തന്നെ ബസ്സിനടുത്തുകൂടി മറ്റ് വാഹനങ്ങളും കടന്നു പോകുന്ന തിരക്കേറിയ സമയമായിരുന്നു റോഡിൽ. പക്ഷേ ഡ്രൈവർ സമയോചിതമായി തന്നെ ആ വാഹനം അപകടം നേരത്തെ മനസ്സിലാക്കി, പുക പടരുന്നത് നേരത്തെ തന്നെ മനസ്സിലാക്കി, തീ പടരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ബസ് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി മുഴുവൻ ആളുകൾ ഇറക്കാൻ സാധിച്ചതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായിട്ടുള്ളത്. ഏറ്റവും ഗൗരവമേറിയ കാര്യം, 2 ദിവസങ്ങൾക്ക് മുൻപും ബാറ്ററിക്ക് തകരാറുണ്ടായിരുന്നു, ബാറ്ററിക്ക് ചെറിയ ശബ്ദം ഉണ്ടായിരുന്നു, ബ്രേക്കിന് ജാം സംഭവം ഉണ്ടായി. ഒപ്പം തന്നെ ഇന്നലെയും ഡ്രൈവറുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇന്നലെയും മറ്റൊരു ഡ്രൈവർ ഓടിച്ചപ്പോൾ ഈ ബസ്സിന് ഹരിപ്പാട് വെച്ചും ബാറ്ററിയിൽ നിന്നും നേരിയ ശബ്ദങ്ങൾ, അസ്വാഭാവിക രീതിയിൽ ശബ്ദങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ദിവസേന കരുനാഗപ്പള്ളിയിൽ നിന്നും തോപ്പുംപടിയിലേക്കും തോപ്പുംപടിയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്കും 6 സർവീസുകൾ നടത്തുന്ന ബസ്സാണ്. തിരക്കേറിയ സമയം ആയിരുന്നു. പക്ഷേ അപകടം ഒഴിവാക്കാൻ ഡ്രൈവറുടെ ഇടപെടലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിൽ ബസ് ഉള്ള മുഴുവൻ ആളുകളെയും ആർക്കും പരിക്കൊന്നുമില്ല. അത്തരത്തിൽ ദേശീയപാതയിൽ ഈ അപകടം ഒഴിവാക്കാൻ വേണ്ടി ഇടപെട്ടത് പ്രധാനമായും നാട്ടുകാരാണ്. മനീഷ്, ഡ്രൈവർ എന്താണ് പറയുന്നത്? ഈ തകരാറുകൾ നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അത് പരിഹരിച്ചിട്ടുണ്ടാകില്ല, അതിൽ വീഴ്ച വന്നിട്ടുണ്ടാകുമെന്ന സംശയമാണോ? ഡ്രൈവർ സജിയാണ്. സജി നമുക്ക് നൽകിയിട്ടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത്, 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ ബസ് സർവീസ് നടത്തുന്ന സമയത്തും മുൻഭാഗത്ത് നിന്നും ബാറ്ററിയിൽ ചെറിയ ശബ്ദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വർക്ക്ഷോപ്പിൽ പറഞ്ഞിരുന്നു, അവർ പരിഹരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ പിന്നീട് ഇന്നലെ മറ്റൊരു ഡ്രൈവർ ആയിരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു ഡ്രൈവർ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് അപ്പോഴും ശബ്ദം ഉണ്ടായി എന്ന് പറയുന്നത്. ഈ ബസ്സിൻ്റെ പ്രധാനമായി പുക പടർന്നത് മുൻപിൽ നിന്നാണെങ്കിലും ബസ്സിൻ്റെ മധ്യഭാഗത്ത്, അത് 2 ബസ്സുകൾ ചേർത്ത് വെച്ചുള്ള ബസ്സാണ്, അതിൻ്റെ ആ ചേർത്ത് വെക്കുന്ന ഭാഗത്തു നിന്നും തീ പടർന്നിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തീ പടരുക, സാധാരണ രീതിയിൽ ഡീസലിൽ നിന്നും തീ പടരുകയാണെങ്കിൽ ആ ഭാഗത്ത് പെട്ടെന്ന് ആളിപ്പടരുക, ആ ഭാഗത്ത് മാത്രം തീ പിടിക്കുകയും പിന്നീട് മറ്റു ഭാഗത്തേക്ക് നമ്മൾ തീ അണയ്ക്കുന്ന എത്രമാത്രം രീതിയിൽ വെള്ളം ഉപയോഗിക്കുന്നു, അങ്ങനെ വെള്ളം കൂടുതൽ ഉപയോഗിച്ചാൽ വെള്ളം പടരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇത് ബസ്സിൻ്റെ അകംഭാഗം മുഴുവൻ പെട്ടെന്ന് തന്നെ കത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് പുക പടർന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ, ആദ്യ മിനിറ്റുകളിൽ തന്നെ ഈ 40-ഓളം ആളുകൾ ഇറക്കാൻ സാധിച്ചുകൊണ്ട് വലിയ അപകടമുണ്ടായി. ഒരു പക്ഷേ ഈ ഓട്ടത്തിനിടയിലാണ് തീ ആളിപ്പടർന്നതെങ്കിൽ ഡ്രൈവർക്ക് പോലും ബസ് നിർത്താൻ പറ്റാത്ത സാഹചര്യം, ബസ്സിൻ്റെ നിയന്ത്രണം തെറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള
ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. എന്താണെങ്കിലും അത്ര നിർഭാഗ്യമായ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഒരാൾക്ക് പോലും പരിക്കുണ്ടായിട്ടില്ല. പക്ഷേ ഡ്രൈവർ ഇവിടെ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ സാങ്കേതിക പ്രശ്നം ബസ്സിനുണ്ടായിട്ടും അത് കൃത്യമായി പരിഹരിക്കാൻ KSRTC വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരക്കേറിയ സമയത്ത് പോയ ഒരു ബസ്സിനാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമേറിയ കാര്യം. മനീഷ്, ഈ നാട്ടുകാരും യാത്രക്കാരും ഒക്കെ എന്താണ് പറയുന്നത്? അവരുടെയൊക്കെ പ്രതികരണം അറിയാൻ കഴിഞ്ഞിരുന്നോ? വെനുവർഷം ഈ അപകടം ഉണ്ടായിട്ട് ഏതാനും സമയമായിട്ടുള്ളൂ. കാരണം ഈ ആളുകളൊക്കെ തന്നെ വലിയ ഭയത്താലായിരുന്നു ബസ്സിൽ നിന്ന് ഇറങ്ങിയത്. ദിവസേന പോകുന്ന ബസ്സായതുകൊണ്ട് തന്നെ, അതായത് ട്രിപ്പ് ഡെയിലി തോപ്പുംപടിയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്കും കരുനാഗപ്പള്ളിയിൽ നിന്ന് ദിവസേന പോകുന്ന യാത്രക്കാരാണ്. അവരുടെ ഒന്നും പ്രതികരണം നിലവിൽ ലഭ്യമായിട്ടില്ല. നിലവിൽ ഈ ഡ്രൈവറുടെ പ്രതികരണമാണ് ലഭ്യമായിട്ടുള്ളത്. തീ പടരുന്നതിന് മുൻപ് തന്നെ ബസ് നിർത്താൻ സാധിച്ചതുകൊണ്ട് അപകടം ഒഴിവായി എന്നാണ് പറയുന്നത്. പക്ഷേ ഏകദേശം അരമണിക്കൂർ നേരം എടുത്തു. അതായത് കായംകുളത്ത് നിന്നും അഗ്നിരക്ഷാസേന അവിടെ എത്തി നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചിട്ടും നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം ഏകദേശം അരമണിക്കൂർ സമയമെടുത്താണ് ഈ ബസ് പൂർണ്ണമായും അതിൻ്റെ തീ കെടുത്താൻ സാധിച്ചത്. പക്ഷേ ബസ്സിൻ്റെ അകംഭാഗം മുഴുവനായി കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്ത് സാങ്കേതിക പ്രശ്നമാണ് ഈ ബസ്സിന് ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്ന മണിക്കൂറിലേ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. മനീഷ്, KSRTC അധികൃതർ എന്തെങ്കിലും പരിശോധനയ്ക്കായി അവിടെ എത്തിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ പോലീസ് മറ്റ് ശാസ്ത്രീയ പരിശോധന ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് എന്ന വിലയിരുത്തൽ ഉണ്ടോ? എന്താണ് അതേപ്പറ്റി അറിയാൻ കഴിയുന്നത്? വേണുപാലകൃഷ്ണൻ, ഈ സംഭവം ഉണ്ടായി കായംകുളത്തെ പോലീസിനെ വിളിച്ചറിയിച്ചപ്പോൾ കായംകുളത്തെ പോലീസ് ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആണ് കായംകുളം പോലീസൊക്കെ അവിടേക്ക് എത്തിയിട്ടുള്ളത്. കാരണം ഈ സംഭവം ഉണ്ടായി പിന്നീടാണ് പോലീസ് അത് അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ എത്തി, അതായത് ഫയർഫോഴ്സിന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. കായംകുളത്ത് ഫയർ സ്റ്റേഷനിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ഏകദേശം 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വെള്ളം നിറച്ച വാഹനം അവിടെ എത്തിക്കാൻ സാധിച്ചത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഉള്ള വാഹനങ്ങൾക്ക് ഇതിനു മുൻപ് തീ പിടിച്ചിട്ടില്ല എന്നാണ് കണ്ടക്ടർ പറയുന്നത്. അതായത് 2 ബസ്സുകൾ ചേർത്ത് പിടിച്ചുള്ള വെസ്റ്റി ബ്ലൂ എന്നുള്ള ബസ്സാണ് അത്. പ്രധാനമായി എറണാകുളത്ത് തോപ്പുംപടിയിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന തോപ്പുംപടി സ്റ്റേഷനിലെ KSRTC സ്റ്റാൻഡിലെ അവിടുത്തെ ബസ്സാണ്, അത് ഡിപ്പോയിലെ ബസ്സാണത്. ആ ബസ്സിന് ഇതിനു മുൻപൊന്നും സാധാരണഗതിയിൽ അങ്ങനെ തീ പിടിച്ച സംഭവം ഉണ്ടായിട്ടില്ല. അടുത്തെങ്ങും KSRTC ബസ്സുകൾക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് ബാറ്ററിയിൽ നിന്നുള്ള പ്രശ്നങ്ങൾക്ക് അപകടം ഉണ്ടായിട്ടില്ല, മറ്റ് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് എന്താണെന്നുള്ള കാര്യം ഡ്രൈവർക്ക് പോലും കൃത്യം അറിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ബാറ്ററിയിൽ നിന്നും ശബ്ദം വന്നിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് വർക്ക്ഷോപ്പിൽ അറിയിച്ചിരുന്നു. പിന്നീട് മറ്റൊരു ഡ്രൈവർ ഇന്നലെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഹരിപ്പാട് വെച്ചും ഈ ബാറ്ററിക്ക് ഇങ്ങനെയുള്ള ഒരു അസ്വാഭാവികമായ രീതിയിൽ ഡ്രൈവർ വാഹനം ഓടിക്കുന്ന സമയത്ത് ശബ്ദം കേട്ടിരുന്നു. അതൊക്കെ തന്നെ കൃത്യമായ ഈ സാങ്കേതിക വിഭാഗത്തെ അറിയിച്ചെങ്കിലും അത് പരിഹരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. എന്താണെങ്കിലും വരുന്ന മണിക്കൂറിൽ KSRTC വിഭാഗം തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ അന്വേഷിച്ച ശേഷം മാത്രമായിരിക്കും എന്താണ് ഈ ബസ്സിന് പറ്റിയിട്ടുള്ളത്, എന്ത് പ്രശ്നത്താലാണ് ബസ്സിന് തീ പിടിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഡ്രൈവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പരാതി, അത് വർക്ക്ഷോപ്പിൽ കൃത്യമായി ഈ ബാറ്ററിയുടെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. ശരി, കായംകുളത്ത് KSRTC ബസ്സിന് തീപിടിച്ചു. 40 യാത്രക്കാരുണ്ടായിരുന്നു, എല്ലാവരും സുരക്ഷിതർ. വിശദാംശങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്.